ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ആശുപത്രിക്ക് സ്കൂളില്ല. സോ കുളിച്ച് കുട്ടപ്പിയായിട്ട് എങ്ങോട്ടാന്നല്ലേ? ആശു വരുന്നത് നോക്കി ഒരുപാട് എക്സൈറ്റ്മെന്റോടെ കാത്തിരിക്കുന്ന വേറൊരാളുണ്ട്. ഞാൻ പറയുന്നില്ല, ഈ സമയം അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങളെന്നെ കണ്ടോളൂ. ഇനി ഇവിടുന്ന് എൻ്റെ ശബ്ദത്തിൽ കേൾക്കാം. ഞാൻ ആശുവിൻ്റെ അമ്മായി. ഈ കാണുന്നത് എൻ്റെ കുക്കറിനകത്ത് തിളച്ചത് ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ. സമയം 9:30. അമ്മാളും മരിച്ചു കിടന്ന് പഠിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ, ആശു വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആകെയുള്ള ഡിമാൻഡ് നേരത്തെ പഠിക്കണം. ബൈ ദാറ്റ് ടൈം വേറൊരാൾക്കും ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആശുവിൻ്റെ സ്വന്തം മാമൻ മൊത്തത്തിൽ ക്ലീനിങ് ആണ്. കുഞ്ഞ് വരുമ്പോഴത്തേക്കും വീട് ക്ലീൻ ആയിരിക്കാം. അമ്മാളും ആകെ ടെൻഷനിലാണ്. കാരണം ആശു വരുന്നതിന് മുമ്പ് എന്തൊക്കെ ഒതുക്കണം, ബിങ്കോയെ പറഞ്ഞ് സെറ്റാക്കണം. അമ്മാവൻ കഴുകി തേച്ച് ടേബിളൊക്കെ ഒരു വഴിക്കാക്കി. ഇതിനിടയ്ക്ക് അമ്മാളുവിന് ക്ഷമ എന്ന് പറയുന്ന സാധനമില്ല. കേൾക്കുന്ന ഓരോ വണ്ടിയുടെ സൗണ്ടിനും അവൾ ഓടിപ്പോയി നോക്കും. ആശുവാണോ. അവസാനം എത്തി നമ്മുടെ നായിക ആശു ലാൻഡ് ചെയ്തു. ആശുവിൻ്റെ സന്തോഷം കാണാനുണ്ടല്ലോ. ആശു ഇങ്ങനെ എടുക്ക് കൊച്ചേ അങ്ങോട്ട്, ഞാൻ എത്ര നേരം കൊണ്ട് കൈ നീട്ടുന്നു. അങ്ങനെ ആശുവിനെ താങ്ങി പിടിച്ച് അമ്മാളു വീട്ടിലേക്ക് കയറി. ഇനിയാണ് കാണാൻ പോകുന്നത്. ആശുവിനകത്തോട്ട് കൊണ്ടുപോയി ഓരോരുത്തരെ പരിചയപ്പെടുത്തലാണ്. ആദ്യം നമ്മുടെ വീട്ടിലെ കാരണവത്തിയായ അച്ചായി, അമ്മാളുവിൻ്റെ അച്ചാമ്മ. ഒരു ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാർഗൈനിങ് ആണ്. പക്ഷേ ആശു വിട്ടുകൊടുത്തില്ല. ആശുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു എക്വേറിയം. അതിലെ മീനുകളും അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അവരുടെ അടുത്ത് കൊടുത്ത് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്നേഹവും വഴക്കും ഒക്കെ കാണാം. എൻ്റെ മാടമ്പിലെ നാഗവല്ലി മിസ് അമാളു ഓടി നടന്ന് അവളെ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ ടോയ്സ് എല്ലാം എടുത്ത് കൊടുക്കും. ആശു അതൊക്കെ എടുത്ത് വലിച്ചു. ഇടയ്ക്ക് എൻ്റെ ഒരു സെൽഫി ആവാന്ന് വിചാരിച്ചിട്ടോ. പിന്നതാ കൂട്ടിന് വിട്ടതാണ് എൻ്റെ അമ്മയെ. അവിടെ 3 കൂടെ കുത്തി മറിയലാണ്. അതിനിടയ്ക്ക് മാമൻ വീണ്ടും ലാൻഡ് ചെയ്തു. അമ്മാവനും കൊച്ചും കൂടെ ബോൾ എറിഞ്ഞ് കളിക്കുന്നതിന് പകരം പാവ എറിഞ്ഞ് കളിക്കാൻ തുടങ്ങി. ഇടയ്ക്കൊന്ന് ബാഹുബലി അറ്റംപ്റ്റ് നടത്തി 2 കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഞാൻ ആരോഗ്യവാനാണെന്ന് കാണിച്ചു. ഇനി കാണാൻ പോകുന്ന രംഗം വളരെ വിചിത്രമായ ഒരു കലാരൂപമാണ്. കയറിയിരുന്ന് തുള്ളി ചാടുക. അതങ്ങനെ ബോധിച്ച് വന്നപ്പോഴത്തേക്കും അമ്മാവിനൊരു പൂതി, അമ്മാവിന് കയറണമെന്ന്. പക്ഷെ ആശു ഇരിക്കുമ്പോൾ സമ്മതിക്കുമ്പോൾ ഒന്നും ആരും വിചാരിക്കണ്ടേ. അവൾ വലിച്ചു തൂക്കിയെടുത്ത് അമ്മാവിൻ്റെ താഴെ എറിഞ്ഞു. വിചാരിക്കുമ്പോഴൊന്നുമല്ല കേട്ടോ. ഈ കാണുന്ന സ്നേഹവും തിരിച്ചു കൂടുന്ന അടിയും കണ്ടു കഴിഞ്ഞാൽ ജന്മത്താരും വിചാരിക്കില്ല. ഇവർ രണ്ടിട്ട് പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ 2 പേരും ഒരേ ഡേറ്റിനാണ് ജനിച്ചത്. ഓൺലി ഇയേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇനിയിപ്പം ഇവിടുത്തെ ഹോം ടൂർ നടക്കുവാണ്. ഔട്ട്ഡോർ ആണ് ഫുള്ള്. അവിടെ താമരയുണ്ട്. താമര എന്താണെന്ന് പറയുന്നു. പൂവ് കാണിച്ചു കൊടുത്തു. പൂവ് മണപ്പിച്ച് നോക്കുന്നു. അവിടെ കുഞ്ഞ് ആമ്പലിൻ്റെ കുളമുണ്ട്. ആശുവിനാകെ മൊത്തം എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എല്ലാം കണ്ടപ്പം. അപ്പോഴത്തേക്കും മഴക്കാർ അങ്ങോട്ട് വന്നു. ചാറി തുടങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഗോഡ് മദ്രത തൂക്കിയെടുത്തുകൊണ്ട് ഓടാൻ തുടങ്ങി ആശുവിനെ. അത് കഴിഞ്ഞ് പിന്നെ ആശു ഇങ്ങനെ അമ്മയുടെ ബാക്കിൽ ഇറക്കാം. അമ്മ എന്ത് ചെയ്യണോ നോക്കി. പിന്നെ ഇവരുടെ സ്ഥിരം കലാപരിപാടിയാണ് ഡാൻസ് വിത്ത് മ്യൂസിക്. അങ്ങനെ 2 പേരും കൂടെ പാടി ആടി തുള്ളി. ഇനി അടുത്തത് നമ്മളെ ചോറ് ടൈമാണ്. സോ പപ്പടം കാച്ചിയപ്പോഴേ ആശു ഒരു പപ്പടം നോക്കിക്കൊണ്ട് പോയി. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ കഴിച്ച് ചിക്കൻ ബിരിയാണി റെഡിയായി. സാലഡ് പപ്പടമൊക്കെ വെച്ച് ഇനി ഉണ്ണിയൂട്ട് ആരംഭിക്കുന്നു. അങ്ങനെ നമ്മൾ ടി വി ഒക്കെ കണ്ട് കഴിച്ച് ഇപ്പോഴേ അവൾ കിറങ്ങിയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒറ്റ സ്ട്രെച്ചിന് കുഞ്ഞുറങ്ങും. ഇതിപ്പം കൂട്ടം ഉറക്കമാണ്. 2 പേരും കളിയൊക്കെ കഴിഞ്ഞ് നല്ല തളർന്നതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് പതുക്കെ ഉറക്കത്തിൽ നീറ്റിട്ടുണ്ട്. പിന്നെ അങ്ങ് ഉറക്കം വിട്ട് വരാൻ ഇച്ചിരി സമയം എടുത്തു. അതുവരെ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിപ്പിടിച്ചു കൊടുത്തൊക്കെ അങ്ങനെ നടന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകാൻ സമയമായതുകൊണ്ട് ആശുക്കുട്ടനൊന്ന് മേലൊക്കെ കഴുകി നമ്മൾ കുപ്പായൊക്കെ മാറി അതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് തിരിച്ച് വീട്ടിൽ